ഹായ് ഓൾ, ഞാനിന്നിവിടെ ചപ്പാത്തി എഗ് റോളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ചപ്പാത്തി തയ്യാറാക്കുന്ന തിരക്കിലാണ്. തൊട്ടടുത്ത് സവാള കട്ട് ചെയ്തതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചപ്പാത്തി റോളിംഗ് എല്ലാം കഴിഞ്ഞ് അത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് എടുക്കാവുന്നതാണ്. സവാള 1/2 കപ്പ്, ക്യാരറ്റ് 1/4 കപ്പ്, ക്യാബേജ് 1/4 കപ്പ്, ഗ്രീൻ ചില്ലി 1 മല്ലിയില കുറച്ച്, ഇതെല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 റോൾ തയ്യാറാക്കുന്നതിനായുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര റോൾ വേണമോ അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട് 1 പിഞ്ച്, ലൈം ജ്യൂസ് 1/2 ടീസ്പൂൺ ഇവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള എത്ര എടുക്കുന്നുവോ അതിൻ്റെ 1/2 ക്വാണ്ടിറ്റിയിൽ മറ്റുള്ള ഓരോ വെജിറ്റബിളും എടുക്കേണ്ടതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. അടുത്തതായി ഞാൻ 2 എഗ്സ് എടുത്തിട്ടുണ്ട്. ഒരു റോളിന് 1 എഗ്ഗ് എന്ന കണക്കിന് വേണം എടുക്കാൻ. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ശേഷം അല്പം സോൾട്ടും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ചപ്പാത്തി തയ്യാറാക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ തലേദിവസം വൈകിട്ടുണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് മതിയായിരിക്കും. മുട്ട എപ്പോഴും കാണുമല്ലോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസും. എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഒരു ചെറിയ പാൻ മതിയായിരിക്കും. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തൂത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് മുട്ട എടുക്കുന്നത് പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഒരു 20-25 സെക്കൻഡ് അതവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 15-20 സെക്കൻഡ് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുട്ടികൾ എഗ്ഗ് കഴിക്കുന്നില്ല, വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇതൊരെണ്ണം കഴിച്ചാൽ മതി. ലഞ്ച് ടൈം വരെ ഓക്കെ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് 1 സ്പൂണാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ മയോണൈസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് റോൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ലൈൻ പോലെ ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഇനി ഇത് റോൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചും റോൾ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. രണ്ടാമത്തെ റോളും അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നിരുന്നാലും ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കായാലും വളരെ വേഗത്തിൽ തന്നെ കഴിച്ചിട്ട് പോകാവുന്നതാണ്.